ഓർമ്മിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലെ ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവം ഏറെ സവിശേഷതകൾ നിറഞ്ഞതും ലോകപ്രശസ്തമായ ഒന്നാണ്. പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് അവരുടെ അഭിലാഷ സിദ്ധിക്കായി നേർച്ചയായി വളരെയധികം ഭക്തിയാദരപൂർവ്വം ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത്. അതിനോട് നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ രാജീവൻ വ്ലോഗിന് ഏറെ ഊഷ്മളമായ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ സവിശേഷതകൾ ലോകത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും എത്തിപ്പെടുകയും ഈ ഒരു മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അഭിലാഷ സിദ്ധിക്കായും വളരെയധികം ഭക്തിയാദരപൂർവ്വം തന്നെ ഈ ഒരു ചടങ്ങുകളിൽ അവർ പങ്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പേര് നന്ദകിഷോർ. ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്? എറണാകുളം. എല്ലാ വർഷവും വരാറുണ്ടോ? 4 വർഷം. 4 വർഷം കൊണ്ട് കണ്ടിന്യൂസ് വരുന്നു? അതെ. ടീമായിട്ടാണോ വരുന്നത് അതോ ഒറ്റയ്ക്കാണോ? ടീമായിട്ട് വരുന്നത്. എത്ര പേര് വരാറുണ്ട്? ഞങ്ങളൊരു 4-5 പേര് ഉണ്ടാവാറുണ്ട് സ്ഥിരം. ശരിക്കും പറഞ്ഞാൽ വഴിപാടായിട്ടാണോ എത്തുന്നത്? അതെ അതെ, നേർച്ചയായിട്ടാണ് വരുന്നത്. എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട്? എല്ലാ കാര്യങ്ങളും സാധിക്കാറുണ്ട്. ദേവിനോട് പറയുന്ന കാര്യം ജെനുവിനാണെങ്കിൽ അതെല്ലാം സാധിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ പേര് രാധിക എന്നാണ്, സ്ഥലം തിരുവല്ലയാണ്. ഞാൻ ഒരു ആഗ്രഹം ദേവിക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചു, അതിനുള്ള ഫലം എനിക്ക് തന്നു. അപ്പം അങ്ങനെ ഞാൻ എടുത്താണ് ഇവിടെ. ആദ്യമായിട്ടാണോ അതോ? 4 ദിവസമായിട്ട്. ഓക്കെ, താങ്ക് യു. പേര് സുരാജ് എന്നാണ്. അടുത്ത് തന്നെയാണ്, ഇവിടെ 1 കിലോമീറ്ററേ ഉള്ളൂ. മിക്കവാറും എല്ലാ പ്രാവശ്യം എടുക്കാറുണ്ട്. എത്ര വർഷം കൊണ്ട് കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട്? ഇപ്പോൾ 2 വർഷം മുമ്പ് എടുത്തില്ല, അതിന് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും എടുത്തുകൊണ്ടിരുന്ന 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ എടുക്കുകയാണ്. എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു. കൂടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ഭാര്യയാണ്. ഭാര്യ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പേര്? ഒരുപാട് കൂടുന്നതിനാൽ ക്ഷേത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനാവശ്യമായി ഇന്ന് വന്നതിൽ ഏറ്റവും കൂടുതൽ ലെങ്തിയുള്ള ഹെയറും ഭയങ്കര ഭംഗിയുള്ള ഹെയറും ഇതായിരുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ക്ഷേത്രോത്സവത്തിൽ ഉണ്ടെങ്കിൽ എത്രയും ജീവിതത്തിലുമായി ക്ഷേത്രത്തിന്റെ മുന്നോട്ട് ഇല്ല. ചവറ, പുതുക്കാട്, കുളങ്ങര ഭാഗം ഓടിക്കുന്ന ആളുകളെ കർശനമായി പുറത്തേക്ക് പറഞ്ഞു വിടുവാനുള്ള സംവിധാനം സ്വീകരിക്കും. സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം. ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്? ഇല്ല, കുറേ നാളുള്ള ആഗ്രഹമാണ്. ഓരോ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും പിന്നെ എല്ലാം കൂടെ ഒത്ത് വന്നപ്പോഴത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് നമുക്കതൊരു സാധിച്ചത്. അപ്പോൾ ഇനി സ്ഥിരമായിട്ട് എടുക്കുമെന്നുള്ള? ഉറപ്പായിട്ടും. അപ്പോൾ കൂടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? വൈഫും മോനും ഉണ്ട്.
പേരെങ്ങനെയാണ്? അഞ്ച് കുഞ്ഞിൻ്റെ പേര്? നിവേദ്. കുഞ്ഞിനെ എടുപ്പിക്കുന്നുണ്ട് അല്ലേ? കുഞ്ഞിനെ നേർച്ച. നിവേദിന് എത്ര വയസ്സുണ്ട്? 4.5 വയസ്സ്. ഞാൻ പറഞ്ഞിട്ട് വരികയാണ്. मुंबई में एवरी ईयर सेंड करते हैं। क्या नाम है आपका? मधु मुई। पहली बार आ रहे हो? हम हर साल आते हैं। हर साल आते हैं? यस, मतलब अभी 10 ईयर्स हो गया। 10 years. ये मेरा पूरा टीम आता है, हम सब हर साल यहाँ आते हैं, बहुत अच्छा लगता है, बहुत अच्छे प्लेसेस है। 10 ईयर्स 10 साल से आ रहे हो? 10 ईयर्स हर साल आते हैं। आप लोग टीम से आ रहे हो? पूरा टीम है हमारा। कितना? हम 10-12 जन हैं। 12 जन. या तो मतलब इधर का इतना विश्वास है? इधर का इतना विश्वास? बहुत अच्छा, बहुत अच्छा। बहुत अच्छा है। इधर का मतलब जो वर्सेस बहुत अच्छे हैं। हाँ, वर्षिप. ओके. बहुत अच्छा है, सब लोग को बहुत अच्छा लगता है। हम हर साल आते हैं, हर साल मेरा ग्रुप आ जाता है, बहुत अच्छा लगता है। പേരെന്താണ്? വീട് എവിടെയാണ്? കരുനാപ്പള്ളി തഴവ. കരുനാപ്പള്ളി തലവയാണ്. എല്ലാ പ്രാവശ്യവും എടുക്കുന്നുണ്ടോ? ഇല്ല, രണ്ടാമത്തെ കേട്ടോ. എനിക്കൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു, അത് സാധിച്ചു തന്നതിൻ്റെ അപ്പോൾ ദേവി അത് സാധിച്ചു ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഇനിയിപ്പോൾ എല്ലാ പ്രാവശ്യവും എടുക്കാനും പറ്റുന്നിടത്തോളം എടുക്കണം. ഉറപ്പ് പറയുന്നില്ല, പറയുന്നത് പറഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ലേ. വളരെയധികം ഭക്തിയാവരവും എടുക്കുന്നതാണ്. എവിടുന്നാ വരുന്നത്? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടല്ലേ? ഇതോ? മലപ്പുറം. പേരെന്തോ? എൻ്റെ പേര് ഹയ. ഇത് റോഷിനി. എത്ര വർഷം കൊണ്ട് എടുക്കുന്നു? 4 വർഷമായി. 3-4 വർഷം കൊണ്ട് എടുക്കും, കണ്ടിന്യൂസ് എടുക്കുന്നു. പറഞ്ഞ ആഗ്രഹമൊക്കെ സാധിച്ചു. ആ, ഭയങ്കര വിശ്വാസമുണ്ടല്ലേ? ആ, വിശ്വാസമാണ്. ക്ഷേത്ര ജീവനങ്ങളുടെ ഉദ്യോഗങ്ങൾക്ക് എടുക്കുന്നതിന് ഉള്ള ആവശ്യപ്പെട്ടത് മൃഗോട്ട് എത്തിച്ചേരുന്നതാണ്.
അതൊക്കെ വലിയൊരു ഞാൻ അവിടെ കാണും ഇല്ലെങ്കിൽ